എന്റെ അനിയത്തിക്ക് പൈനിക്ക് കളിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ കാട് പ്രദേശ വഴിക്കൂടെ പോവുകയാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പുതിയൊരു വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു വ്ളോഗിന് ഈ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. യെസ്, അവ ഞാൻ ഈ വ്ളോഗിലേക്ക് കുറെ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ട് പരിചയമുള്ള ഒരു മുഖമാണ്. ആ വ്യക്തിയെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. യെസ്, വെൽക്കം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വെറുപ്പിക്കലായിട്ട് വന്നിട്ടുണ്ട്. അതെ, പറഞ്ഞോളൂ. ഒരു ഇവിടെ വന്ന് വളരെ സന്തോഷമുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല വെയിലാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആവാം. ആണോ? ഞങ്ങൾ ടൂർ പോവാണ്. അവിടുത്തെ കോഴിക്കോട് ഇവിടുത്തെ ടൂറാന്ന് പറഞ്ഞിട്ടുണ്ട്. ടൂറാന്ന് പറഞ്ഞു. അതെ, നമ്മൾ എവിടെയാണെങ്കിലും അല്ലേ എൻജോയ് സൗണ്ട് അടിച്ച് നിൽക്കും ശരിക്കും. യെസ്. പിന്നെ എന്തൊക്കെയാണ്, ഇന്ന് പുലർച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിരുന്നു 4 മണിക്ക്. ആ സമയത്ത് ഇത് വിളിക്കുന്നത് ഞാൻ ഇവിടെ എത്തിന്ന് വന്നിട്ട്. പിന്നെ വെച്ച് എന്റെ ഉറക്കം പോയി, എല്ലാം കൂടി ആയപ്പോ ഉറക്കോ. പിന്നെ സൂക്കടയുണ്ട്, ജലദോഷം, കമക്കെട്ട്, ഉമ്മല്, അതൊന്നും കിട്ടും. അപ്പൊ നമ്മളൊന്ന് കുറച്ച് ലോങ് എവിടെയൊക്കെ പോകുന്ന പ്ലാൻ അറിയില്ല. അതെ, വരിക. ഇന്നാണെങ്കിൽ നമ്മളെ ഐഡുവിനെ പാക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് നിർമ്മിക്കണം. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത്. അപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സോ ബാക്കി വിശേഷങ്ങൾ കാണാം. യെസ്. അവന് ഇവിടെ വന്നിട്ട് തിന്നാനും കിട്ടിയല്ലോ. 4 ഇഡ്ഡലിയും ഒരു ചട്നിയും ഒരു സാമ്പാറും ചായയും. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മതി. മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കും. ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടാത്ത ഒരാളാണ്. അതെ, സത്യത്തിൽ. പിന്നെ ഉള്ളതൊക്കെ സൗന്ദര്യം വെറുതെ പറയാണ്, മേക്കപ്പിന്റെ ആളാണ്. ഇല്ല, ഞാൻ അത് മേക്കപ്പ് ആകെ കണ്ണ് ചെയ്തു, പിരിക ചെയ്തു, അത്രേ ഉള്ളു. ഇവിടെ മുഴുവൻ മുഖത്ത് പൊട്ടു. ഇല്ല, അതൊന്നും ഇല്ല. അത് 2 ട്രിപ്പ് പാടുള്ളൂ. പിന്നെ വെച്ചാൽ ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക് ഇടയില്ല. അതെ. അപ്പൊ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോരാത്തിന് ഫുഡൊക്കെ ആയിട്ടുണ്ട്. എന്നാ അവര് വന്ന സ്ഥിതിക്ക് എന്റെ കൈപ്പുണ്യത്തിൽ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ കൊടുത്തു. ചട്നി, പിന്നെന്താണ് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിക്കാണെങ്കിൽ എന്റെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. നേരായ കാര്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പോവാൻ പ്ലാൻ ചെയ്തോണ്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം പോവാന്. അതെ അതെ. പിന്നെ നമ്മൾ 2 പേരും എന്താ പറയാ, നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല പരസ്പരം. അല്ലെങ്കിൽ ഒരാള് മെലിഞ്ഞ് ഒരാള് തടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അയ്യോ ഞാൻ മെലിഞ്ഞിട്ട ആളല്ല, ഞാൻ തടിച്ചിട്ട ആളെനിക്ക് മെലിയണല്ലോ. അതിന് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നല്ല 2 പേരും നല്ല തടിച്ചിട്ടുണ്ട്. 67 കിലോ 66 ആയതായിരുന്നു. ഒരു 10 ദിവസം കൊണ്ട് 1 കിലോ കൂടിപ്പോയി. അതെ, ഇങ്ങനെ പോയാ 100 എത്തും. 70 കിലോ ഉള്ള ആളാ പറയണേ. ഞാൻ പിന്നെ മാച്ചിങ് ആയിട്ടാണ് യൂസ് ചെയ്യുള്ളൂ. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ചീർപ്പ് കോമ്പ് യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. ഇങ്ങനെ വേണ്ട. കാരണം എന്താ അറിയോ, ബൈക്കിന് പോകാനുള്ള അതന്നെ മനസ്സ് വിചാരിച്ചു പിരിച്ചിടാം അല്ലെ. കാരണം ഞാന് കോഴിക്കോടുള്ള സമയത്ത് ഞാനാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ വാങ്ങി കൊടുക്കുക. കമ്മല്, ക്ലിപ്പ്, ഐബ്രോ പെൻസില്. പക്ഷെ കുറച്ച് ദിവസം കാലാവധി ഉണ്ടാവുള്ളൂ. എവിടെയും കൊണ്ട് തീർക്കുന്നതല്ല, കളയുന്നതാണ്. എത്ര എന്റെ പൈസകൾ മുടങ്ങി, സോറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര പൈസ 19 രൂപ റീചാർജ് ചെയ്യാനുള്ള പൈസ ഇല്ലാണ്ടാക്കിയതാണ് കള്ളപ്പണി. ഞാൻ ആകെ 19 റീചാർജ് ചെയ്തോരോന്ന് വെച്ചാൽ ആകെ കേച്ചലുള്ളൂ ചോദിക്കാന്. 5 മാസമായി ചോദിക്കുന്നത്. 19 1.5 വെച്ച് കൂട്ടിക്കോ. ഞാൻ ഏച്ചോടല്ലേ, ഏച്ചിയോ ഡെയിലി ഓരോരുത്തോട് ചോദിക്കും 19 ചെയ്തരോ. എനിക്ക് പിന്നെ ഏച്ചി മാത്രമേ ഉള്ളൂ ചോദിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഏച്ചിയോട് ചോദിക്കുന്നത്. ഏച്ചി സ്വന്തമായിട്ട് റീചാർജ് ഒന്നും ചെയ്യില്ല. ഏച്ചി എല്ലാരും വിളിച്ചിട്ട് 19 ചെയ്തരോ. ഇപ്പൊ എന്റെ കാര്യം ഓക്കെ കേട്ടോ.
മുടി നല്ലോണം വെട്ടിയില്ലേ? നല്ല അതല്ലേ ഈ അടുത്തല്ല, എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന്റെ മേലെയായി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ച ഒരാളാണ്, പക്ഷെ ചെയ്യേണ്ടി വന്നു. ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തൂടെ? ഇവിടെയാ കൊണ്ടാ. പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞു, കുറച്ച് മാസം കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോവാണ്. അതിന്റെ ഒരു തുടക്കമാണ്. പിടിക്കണം കൂടെ അറിയില്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ്. അങ്ങനെ വന്നത് പണ്ടാ സാധനം ചെയ്യുന്ന ശേഷം അത് ബ്യൂട്ടി പാർലർ ഒരു ഷേപ്പ് ഉണ്ട്, അവർ ആ ഷേപ്പിൽ എടുക്കുള്ളൂ. ആണില്ലേ? ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ, പക്ഷെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചല്ലേ. അതാണ് അങ്ങനെ വന്നത്. അത് നല്ല ഏച്ചി എടുക്കുന്നത് തന്നെ. മറ്റേ ബ്ലേഡ് ഉണ്ടല്ലേ? ഇവിടേക്കാ നോക്കുന്നത്. സെറ്റല്ലേ? നീ കഴിവുണ്ടാവും ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിലെ? എന്ത് വേണേ? ഞാൻ പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പോയി പെട്ടെന്ന് പഠിക്കാത്ത വെച്ചാൽ ഓരോരുത്തർ ഇനി ശല്യം ചെയ്യും. അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടല്ല, ഹെയർ കട്ടിങ് അതുകൊണ്ടല്ല, പൗഡറിന്റെ മണം പറ്റൂല, മണം പറ്റൂല. അങ്ങനെ എല്ലാ സാധനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ജീവിക്കാം. ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ നന്നായിരിക്കുന്ന ആളുണ്ട്, ഓരോ മുഖത്തേക്ക് തെറിക്കാം. അമ്മാതിരി അലർജിന്റെ സൂക്കറുള്ള ആളാ അവള്. അതുകൊണ്ടാണ് കേട്ടോ, ഞങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നു. ഓക്കെ, ഇന്നലെ അവിടെ തണുപ്പുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ ഫ്രിഡ്ജ് തുറന്നിട്ടില്ലേ? ഓ ഇവിടെ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയില്ല, അതിനപ്പൊ ചോദിച്ചത്. ഇതൊക്കെ ഏച്ചി വരുന്നോണ്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. തണുപ്പ് പറ്റൂല ഗൈസ്, തൊണ്ടവേദനയാ. ഏച്ചിക്കും അങ്ങനല്ലേ? പണ്ടൊക്കെ നമ്മൾ അവിടെ ഐസ് വാട്ടർ കുടിക്കുന്ന ആൾക്കാരാ, പക്ഷെ ഇപ്പൊ നമുക്ക് ഐസ് വാട്ടർ പറ്റൂല. അയ്യോ മോളെ. നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ട് വരാം. പറ്റിയ തങ്കത്തോണി നെൽപ്പാടത്തെ പറ്റി പാട്ടൊന്നും നല്ലപോലെ ഇറങ്ങാടോ, വീഡിയോ ഒക്കെ അല്ലേ? പോരെ ഞുണ്ടി ഞുണ്ടി ഗൈസ്, ഞങ്ങളിവിടെ ഒരു തെങ്ങും തോപ്പ് വയലല്ലേ, അവിടെയാണ് വന്നിക്കുന്നത്. അവിടെ ഇവിടെ ഫോട്ടോ സെക്ഷൻ. അതെ, ഫോട്ടോ സെക്ഷനാണ്. നല്ല വെയില് വരുന്ന വയ്ക്ക്, പൊരി വെയില്. ഇവിടെ നിന്ന് നോക്കിയിരുന്നു. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് വെച്ചാൽ അവിടെ വെള്ളമൊക്കെ പോകുന്ന ഒരു സ്ഥലം ഉണ്ട് പോലും. അത് കഴിഞ്ഞിട്ട് തണലത്തോട്ടിരുന്നോ? ചേച്ചി കണ്ടോ എന്തുന്നാടോ ഇവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് അവളെ എടുത്തെടുത്തെടുത്തെടുത്തോ സെൽഫി എടുക്കാണ്. അങ്ങനെ എടുക്കൂല, ഒക്കെ ബ്ലറായിട്ടൊക്കെ എടുക്കുള്ളൂ. നല്ല അഭിപ്രായമാണ് ചേച്ചിന്റെ ഫോട്ടോ കളിയാജി. കണ്ണടക്കട്ടെ നിങ്ങള്. ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് വന്നത്. പിന്നെ എന്റെ സ്പെഷ്യൽ എന്താണ്, വിനോദ് സദാജി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. ചെക്കന്മാര് അവിടെ പശുക്കളൊക്കെ ഉണ്ട്, പശുക്കൾ. പശു ഇവിടെ നല്ല സുഗന്ധം, നല്ല തണല്. അങ്ങനെ ഫോൾഡർ ഇവിടെ പോയി അതാ കൊടുത്തത്. നല്ല തണലുണ്ട്. അതാ കൊടുത്തത്. കുക്കോ വാടോ, വീട്ടിലേക്ക് വാ. ഹായ് ഗൈസ്, നമ്മൾ ചാനലുണ്ട്. ഗൈസ്, ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഏച്ചിയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. സദാജി
അവിടുന്ന് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തേ എന്റെ അനിയത്തിക്ക് പൈനിട്ട് വന്നിട്ടൊന്നും കൊടുത്തിട്ടില്ല. റോസ് പൂ എന്നിട്ട് ഇവിടെ നിൽക്കുക. രസമുണ്ട് മാച്ചിങ്. അത് എടുത്തു കൊണ്ടുപോയിക്കോട്ടോ എന്റെ ഓർമ്മയ്ക്ക്. വേണ്ട, അത് കൊണ്ടാ റോസ് പൂ. ഞങ്ങൾ നടക്കുകയാണ്. വട്ടുന്ന് കേട്ടില്ല. ഇത്തിരി ഭംഗിയാ ദൈവമേ. ഇതെന്താ 4 പൂവാ? 4 പൂവൊക്കെ വെച്ചിനാ? യെസ്, നല്ല വെള്ളം. പോവാട്ടോ. വാടേ തടഞ്ഞു വിടല്ലേ. ഇവരെവിടൊക്കെയോ എന്നെ കൊണ്ടുപോവാണ്. ഒരു മഞ്ഞു വീണ ബാണ്ടും കെട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ്. കാരണം എന്തെങ്കിലും രീതിയിൽ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഏച്ചി നമ്മളെ പറയും. ടാറ്റാ. നല്ല രസമുണ്ടല്ലേ? വരുന്നുണ്ട്. ആരെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഞാൻ കർത്താവേ, കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ നടക്കുള്ളൂ. ഏട്ടാ ഇത് ഇറങ്ങുന്നു. അങ്ങോട്ടേ പോയി നല്ല തണുപ്പുണ്ടോ? വെള്ളത്തിലിറങ്ങി ചേച്ചി വരും നോക്ക്. ചേച്ചിനെ കാണിച്ചുതരാം. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് മാത്രമേ വെള്ളത്തിൽ നന്നായി. ഇതൊന്ന് പിടിക്കോ എനിക്ക്? ഇത് വീഴൊന്നുമില്ല. അന്ന് കാണുന്നുണ്ടല്ലോ. എന്റെ ഹെയർ സ്റ്റൈൽ കുറെ എന്റെ അവലക്കപ്പറ ഈ വെള്ളം. അങ്ങനെ ഞാൻ ഏച്ചിനെ ഇവിടുന്ന് ഒരു പൂ മിസ്സായി പോയി. സോറി, ഒരു പൂ മിസ്സായി പോയിട്ട് ഗൈസ് ഒന്ന് ചെയ്യാനായിട്ടില്ല. ഇങ്ങനെ എന്തെന്നിട്ട് ഇവിടെ കണ്ണാണല്ലേ ഇറങ്ങിയ അത്രേ ഉള്ളൂ. വാക്കാണ് വിചാരിച്ച വെറുതെ രസം. രസമുണ്ട്. വേണ്ട വേണ്ട, എനിക്ക് കണ്ണ് ക്ലിയർ ആവുന്നില്ലേ. ഞാൻ ഇവിടെ എവിടെയും കുത്തിരിക്കട്ടെ. ഇറങ്ങിക്കേച്ചേ. പാൻറ്റോ? എന്നാ ഞാനും ഇറങ്ങി അടക്കെ. ഒന്ന് പാൻറ് ഒന്ന് മടിക്കാലട്ടെ. മറ്റേ അങ്ങനെ വലിക്കേണ്ടി വരും. വലിക്കാലോ. കൂടി ആര് കാണും ഇവിടുത്തെ ആൾക്കാർക്ക് ശ്രദ്ധിക്കോ? അവിടെ ഒരാള് വായും വെച്ചിരിക്കുന്നത് എന്തിനാ? നമുക്ക് പാൻറ്. അതെ, ഹലോ ഗൈസ്, ശശു ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വെള്ളത്തിൽ എല്ലായിടത്ത് കണ്ടോ വെള്ളത്തിന് കളിക്കുന്ന. എടുത്തില്ല. എവിടെ വെക്കാനാ? ആദ്യമായി പിഞ്ചു കുഞ്ഞ് കാല് നിലത്ത് വെക്കുന്നതാണ്. ഏട്ടാ മോളെ, എനിക്ക് തീരെ പറ്റാത്താണ്. നീ നല്ല ശ്രദ്ധിക്കണം. ഇനി ഞാൻ പൊക്കി തരില്ല. അയാളെ കുഴപ്പമൊന്നുമില്ല. ബാ മോളെ, എന്നെ വെള്ളം പിടിക്കണേ. നിന്റെ മൈക്ക് നോക്കിയോണ്ട് പിന്നെ ഞാൻ നന്നായി കൊണ്ടു. ഏച്ചി മൈക്ക് നോക്കിയാ മതി. മൈക്കല്ല ഏട്ടാ, ഇവിടെ കല്ലിലൊന്നും കുഴപ്പമില്ലല്ലോ നഞ്ഞാലും. എന്താ സുഖം. ഏതാ വഴി? മനി ശ്രദ്ധിക്കണേ. അതല്ല, വീഴുന്നതല്ല. ഇവിടെ നല്ല ആഴുണ്ടല്ലേ. അതെ, തിരുമ്പലും കഴിഞ്ഞില്ല.
ഞങ്ങൾ ആമസോണിലാണ് മക്കളെ. ആമസോണൊക്കെ ശരി, മൈക്ക് വാങ്ങിക്കും. എന്താ ചേച്ചി സ്വർണ്ണ ചേച്ചി? പാമ്പൊക്കെ ഉണ്ടാവും. അവരൊക്കെ നീന്താണ്, നമ്മളിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കാം. നമ്മളിപ്പോ ഇതിനിപ്പോ കഷ്ടപ്പെട്ടു വന്നു. അതാ ഞാനും വിചാരിക്കാം, എന്തായാലും അവിടെ ഇരുന്നപ്പോ വെറുതെ നല്ല ആഴുണ്ടില്ലേ അങ്ങോട്ട്. നീയു വരച്ച് ഞങ്ങൾ ആമസോൺ കാടുകളിൽ നിന്ന് മാറി ഞങ്ങൾ കാട് പ്രദേശ വഴി കൂടെ പോവുകയാണ്. എന്തിനാണ് മക്കളെ കഷ്ടപ്പെട്ട് വന്നത്? നനയാൻ. എന്നാലല്ലേ എന്റെ ഇത് അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ നാട്ടാ പാറന്റെ അവിടെ നിന്നിട്ടേ കാല് പൊള്ളിപ്പോയി. ആണില്ലേ? ശ്രദ്ധിക്കണേ നിന്റെ കാര്യത്തില്. കാലെന്തായിരുന്നു ഒന്നുമില്ലാതോ. എന്തിനാ? എവിടെ? ഇപ്പൊ നമ്മളൊരു പാറേന്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. അതെ. നീ എവിടെയും അവിടെ കയറാം. എവിടെ? ഇങ്ങോട്ട് വായിച്ചേ. ഇല്ലല്ല, ഇവിടെ ഇരുന്നല്ലേ അടക്കടി അടുത്ത ഞാൻ ആരും ഇറങ്ങട്ടെ. എന്നാലല്ലേ ഇന്നെ പരിഹാരം കുടിക്കാൻ പറ്റുള്ളൂ. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കളിയല്ലേ? സർക്കസ് ആയിരുന്നില്ലേ? ഒരാളെ പോണ എവിടെ? ഇവിടെ ഒരാളെ ഇങ്ങനൊക്കെ രക്ഷപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ ചൂടുണ്ട്. നീ ഇവിടെ നനഞ്ഞിട്ട് കാല് വെള്ളത്തിട്ടിട്ട് ഇരിക്കാൻ കുഴപ്പമില്ല. എടി വീഴണ്ട. മോണ്ട് പാന്റെ പറയാകുമേശുനദ ആകാശ ഗോപുരം പൊന്മണി വീണയ അഭിലാഷ ഗീതകം കുത്തിരിക്കാണ്. വെള്ളത്തിലോട്ട് കാലം ഒരു കണ്ടിക്കുന്നത് കുത്തിരിക്കുകയാണ്. എങ്ങനെയോ അവിടെ അപ്പിയത് വീഴാതെ. അതെ, ഇപ്പൊ അതാ വെള്ളത്തിലോട്ട് കാലം നീട്ടി ഇങ്ങനെ ഇരിക്കേണ്ട സുഖം അല്ലേ. നിങ്ങളെ ഈ ലൊക്കേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടാവും. അതെ, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഉടുമൽപേട്ട വഴി പൈനി ഉടുമൽപേട്ട. അതെ, ഇങ്ങോട്ട് വന്നൊരു പീടിയുണ്ട്, ഇങ്ങോട്ട് പാലുണ്ടാവും. ആ പാലത്തിനടുത്ത് ഞാൻ അങ്ങനെ പറയും ചൂട് 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 തണുപ്പ്. ചൂടാണെങ്കിൽ അടുത്താണെന്നും തണുപ്പാണെങ്കിൽ ദൂരെയാണെന്നാണ് അർത്ഥം. അതെ, അപ്പം ലൊക്കേഷൻ മനസ്സിലായില്ല. അവരെ പെണ്ണുങ്ങള് ആണുങ്ങള് തിരുമ്പുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക ഇതാണ് ഏരിയ. അതെ, അപ്പുറത്ത് പോയ കുറച്ച് പശു പോത്തൊക്കെ കുളിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഹൈജീനിക് ആയിട്ട് അതെ ഒന്നും പ്രതീക്ഷിക്കണ്ട, കണക്കായിരിക്കൂ. ഇവിടെ ഒരു പാമ്പ് എന്നാ ഞാൻ ജീവൻ ഒറ്റോട്ടോ. അത് ഇവിടെ എങ്ങനെ പിടിക്കില്ല. എനിക്ക് എന്റെ കാര്യം നോക്കിയോ, അങ്ങനൊക്കെ എങ്ങനെ നീന്തിയൊക്കെയല്ല. അന്നത്തെ മറ്റേ ഇവിടെ പണ്ട് താമസിച്ച വീട്ടിപ്പോ എങ്ങനെ വന്നിട്ട് നോക്കിയാ അന്നേരം പോയി മോളെ കാര്യം. ഞാൻ ചേച്ചി വന്നിട്ടോളൂ. അങ്ങനെയാണെങ്കിൽ
അട്ടുണ്ടോ അപ്പൊ ഇവിടെ പറയും പോലെ? ഉണ്ടാവും. തമിഴ്നാട്ടിൽ ചേച്ചി വന്നപ്പോ ഞാൻ ചേച്ചിനെ ഇങ്ങോട്ടേക്ക് ഡാം ഇങ്ങോട്ട് വെള്ളം തുറന്നിടുന്ന സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നില്ല. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ഒരു വേറെ ഡാമിലോട്ടാണ്, അമരാവതി. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുന്നേ. പിന്നെ എന്താണ് കവർ ചെയ്യാണ്ട്, പക്ഷെ പിന്നെ ഒരു മുതലേന്റെ പാർക്ക്, അവിടേക്കൊക്കെ പോവാണ്. അപ്പൊ ഞാൻ പല സ്ഥലങ്ങളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ കവർ ചെയ്യിപ്പിക്കാണ്. ചേച്ചിയാണെങ്കിൽ അവിടെയാണെങ്കിൽ എന്നെ ഇങ്ങനെ കടപ്പുറത്ത് കൊണ്ടുപോയി ഓ, നമ്മുടെ കോഴിക്കോടിനെ പറ്റിട്ട് ഇപ്പോഴും കുറ്റ. ഞാൻ പോയാലറിയാം ചേച്ചി എന്താ അങ്ങോട്ട് പോയി ചേച്ചിന്ന് പറഞ്ഞ ആളാണ്. അന്ന് എനിക്കാണ് ഭയങ്കര റിസ്ക് ആണ്. കുറെ നേരം വെള്ളത്തിലിരിക്കുന്നില്ല. ഒരു പ്രായമുള്ള ഒരാളെ കൂടെ ഉള്ളത് അതിന് ശ്രദ്ധിക്കണം. പ്രായമുണ്ട് മറ്റടുത്തെ ഒരൊറ്റ അവിടെ വീണെടുക്കോളൂ. എങ്ങനെ എന്നെക്കാളും പ്രായം കുറഞ്ഞതാ, പക്ഷെ നടക്കുന്നത് കളിച്ചത് ഗായ്സ്. ഇതെങ്ങനെയാ? ആഴില്ല. ആമ പോണ്ടേ? ഇല്ലല്ലോ ചങ്ങായി. അതാ പിന്നെ ഇറങ്ങി. രണ്ട് തലകൾ. ഗൈസ് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടതാണ്, പക്ഷെ അവര് വരുന്നില്ല. പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങി. അതന്നെ വരുന്നുണ്ട്. അങ്ങോട്ട് വരുമ്പോഴേ ഞാൻ തണുപ്പ് രാജ്യത്ത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ധരിക്കാറുള്ളത്. എന്താ ഇതാ 3 ഇതാ 3 മനസ്സിലോ, വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല. ഗൈസ്, ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടേ പോവാറുള്ളൂ. എനിക്ക് അതേ ശീലമുള്ളൂ. ഇതൊക്കെ വേറെ പൂർ കൺട്രീസ്. അത് ഇവിടെ മാത്രമുള്ളൂ ഗൈസ്. കോഴിക്കോടാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു കൊട, ഒരു ബാഗ്. അവിടെ തണലൊക്കെയാണെങ്കിൽ ആ കൊട പണിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കും. പിന്നെ നടന്നേ അറിയാം അങ്ങനെ അടിക്കാൻ പോകാം. സത്യമാണ്. അതായത് സിഗ്നേച്ചർ. പിന്നെ കാര്യമുണ്ട്, വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയല്ലായിരുന്നു, നല്ല ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. ഒന്ന് ഇവിടെ ഒരു ഫ്രാക്ചർ ആയിരുന്നു ഗൈസ്. അതിനുശേഷം അത്ര ഭാവമൊന്നുമില്ല. സത്യം കഴിഞ്ഞ കഴിഞ്ഞ് സദാജീനൊക്കെ എന്താ പറയാ, വെള്ളത്തില് എന്താ പറയാ തവളനെ പോലെയാണ് വെള്ളം അതിന്റെ ഉള്ളിൽ തന്നെ. അതന്നെ, മുതല, പാമ്പ്, ചീങ്കണ്ണി ഇതൊക്കെ ആയിട്ട് നമുക്ക് സദനെ വർണ്ണിക്കാം. എനിക്ക് ഇംഗ്ലീഷ് മലയാളത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് ഇംഗ്ലീഷ് മലയാളം കിട്ടും, ഇംഗ്ലീഷ് ഗുഡ് ഇംഗ്ലീഷ്. തമിഴ്നാട്ടിൽ വന്നല്ലേ, തമിഴ് സംസാരിച്ചൂടെ? നീ സാപ്പിട്ടാ? തമിഴല്ലേ ഗായ്സ്? നീ താപ്പിട്ടാ പോലെ ഓർപ്പിക്കാൻ വേണ്ടി വെച്ച. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങള് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയണോ? എന്താണ് വിശേഷം? നമ്മൾ ഒരുപാടുണ്ട്. ഇനി ഇതുപോലെ വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നമ്മൾ കോഴിക്കോട് എത്തിയ മാത്രമേ പറ്റുള്ളൂ. ചെടിയൊക്കെ അവിടെ പോയി അത് വേറെ ഒന്ന്. ഇവിടെ കുറച്ച് കുത്തനായതുകൊണ്ട് വീണ മറ്റേ കാലും കൂടി ഉണ്ടാവൂലേ, പിന്നെ അതിനെടുക്കാന് നരമ്പിന്റെ സ്ഥലത്ത് കൊണ്ടുപോണ്ടി വരും. എന്താ ചെയ്യാ, അതാ നല്ലപോലെ ഉണ്ടായിരുന്ന കാലാണ്. അമ്മായിയാണ് ഗൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചിട്ട് നമ്മള് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഏകദേശം അമേരിക്കൻ അമ്മായി, നമ്മള് സാധാരണക്കാർ. അത് പിന്നെ പണ്ടേ അറിയാലോ. അമേരിക്ക എന്ത് വേണം തീറ്റ ഇനി.
ഞാൻ അവിടുന്ന് വരുമ്പോ അതിലെ നല്ലപോലെ ഉണ്ടായിരുന്നു ചേച്ചി. എന്തോ പറ്റിയതാ. അല്ല ഞാൻ ഫുഡ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ചീസ് ബട്ടർ, ചീസിന്റെ അല്ല ബട്ടർ ഇല്ലേ, ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെയായി ഗുണ്ടുവായി. ഇവൾക്കെന്നും കഞ്ഞി പയർ. അതാ വന്നിക്കുന്ന എന്റെ ഉണങ്ങി ചെയ്തു. പോവാ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ ഒക്കെ സെറ്റ് അല്ലേ? ഇത് കാര്യം കയറും. ഞാൻ എടുക്കാം. ചേച്ചി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനേ വിചാരിച്ചു നോക്കാം. ഈ എന്തിന്റെ കളിയാക്കുന്നത്? കുറെ നേരമല്ലോ. അപ്പോ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ കഴിക്കുന്നില്ല. കാരണം ഇവിടുന്ന് അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നോക്കിയാട്ടാ. യെസ്, കൊറേ നുണകളും പറഞ്ഞുതരും, ആരും വിശ്വസിക്കണ്ട. ഇപ്പൊ നല്ല തണലുണ്ട്, പക്ഷെ മുഖം കഴുകണം. വയ്യ. ഇത് തലവേനുണ്ടോ? ഇല്ല. ഇനി നിങ്ങള് എല്ലാരും കണ്ടു ഇപ്പൊ കാണുന്ന മനി അയക്കൂല രാത്രി. ഏകദേശം 6 മണിക്ക് വന്ന് നല്ല ഉറക്കത്തിലേക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയല്ലേ വരുന്നത്. പെട്ടെന്ന് ഞാൻ ചരടടിച്ചതിരിക്കും ചെണീറ്റപ്പോ പിന്നെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ച് ഒരു 10 മിനിറ്റിൽ എത്തിയിട്ടില്ലേ, 10 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട്. എത്തിയതിന്റെ ഉറക്കവും പോയി. പിന്നെ ഉറങ്ങാനുള്ള സമയങ്ങൾ ദിവസങ്ങൾ. അതെ. പിന്നെ കുറച്ചൊരു വർത്തനം രീതിയായിട്ട് എന്ത് മരം. അങ്ങനെ ഈ കടലും പുഴയും കണ്ടു കണ്ടു ഞാൻ മിഴികളിൽ. അതുപോലെ ഷൂട്ടിംഗ് ആണ്. ഏച്ചു മേടിച്ചു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടുന്ന് ചോറ് വെച്ചിട്ടുണ്ടോ? അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ആണല്ലേ ലൊക്കേഷൻ. നമ്മളിങ്ങോട്ട് വന്നതാണ് ഫുഡ് കഴിക്കാൻ. വെള്ളം പോകുന്നുണ്ട്. ഈ വെള്ളം കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. 7 from Calicut. ചള്ളടിച്ചിരിക്കുന്നൊക്കെ. അതിലതാ നടക്കുന്ന, പക്ഷെ പീലില്ല. എന്തൊക്കെ ഡാൻസ് കളിക്കാ? കുറച്ചൊന്നും ഇങ്ങോട്ട് വന്നിട്ട് തച്ചൂടല്ലേ? വാ തിരിയൂ. വേറൊരുത്തം കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കരിഞ്ഞടന്നോ? അതെ. ഒരിങ്ങനെ ആക്കിയില്ല ഡാൻസ് കളിക്കാൻ. ഇത് ആൺമയിലല്ലേ? പെണ്ണല്ല. പെണ്ണിന്റെ ഡാൻസ് സോപ്പടിക്കാനാ. അതെ അതെ അതെ. അത് അങ്ങോട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ അതും കണ്ടു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ബെറ്റർ ആൻഡ് ഡെലീഷ്യസ് ഫുഡ്. താങ്ക് യു. ചിക്കൻ കറി
അങ്ങനെ പറയും, തെറ്റിച്ച പറയിക്കാറില്ല ചെക്കനെ കുറിച്ച്. അമേസിങ് അല്ല, അമേസിംഗ് അല്ല, എവേസമോ ഓസം ഓസമാ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞതാണ് സാറല്ലേ. ഓസം 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 ഒക്കെ വരും, അങ്ങനെ വരുള്ളൂ എന്റെ ചിക്കൻ കറി. അതുകൊണ്ട് വയറ് നിറച്ചു. പിന്നെ ചേച്ചിയുടെ ചിക്കൻ കറി കഴിക്കണമെങ്കിൽ എന്താ പറയാ, നല്ല വിശക്കണം. അതേ പറഞ്ഞ നല്ല വിശക്കണമെന്ന്. അമ്മാരി ചൂട്, അയ്യോ അമ്മാ സദാജി വരുന്നുണ്ട്. നമ്മളിവിടുത്തെ പാർക്കിലോട്ട് വന്നതാണ്, ക്രോക്കറ്റൈൽ പാർക്ക്. അല്ല, ക്രോക്കഡൈൽ പാർക്ക്. എന്ത് പേപ്പർ? ക്രോക്കറ്റൈൽ, മുതല. ക്രോക്കറ്റ് പുളൂസ്. കേരളത്തോട് പാടാ. ഇറങ്ങാൻ വരണം. വയസ്സായതിന്റെ പല്ലോ പുറത്തടി അതാ കിടന്നു നടന്നപ്പോഴേക്കും ക്ഷീണിച്ച്. അതാരാ വായോർ നിക്കുന്നത്? ഞാൻ പറയാണ് ടിക്കറ്റോ എന്റെ അടുത്തില്ലേ? അതെ, ഞങ്ങൾ ആനേന്റെ അടുത്ത് പോട്ടെ. മനിയെ, ഒരു ആനേന്റെ അടുത്ത് ഫോട്ടോ എടുക്കടാ. വരാം വരാം. ചീത്തക്കൂലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഇവിടെയാണ് വലുത്. ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് ചിലപ്പോ ചീത്തക്കാൾ എല്ലാ ചാൻസും ഉണ്ട്, കാണിച്ചു തരാം. ഇത് വീണു പോകും. ഇല്ല, ഇങ്ങോട്ടേക്ക് ആക്കിക്കൂടെ? ഇങ്ങോട്ട് ഇത് വീഴാണെങ്കിൽ എണീറ്റ് പോരെ. ഭാഗ്യത്തിൽ പറ്റിയില്ല. നമ്മൾ ഊഞ്ഞാലാടാൻ പോവാണ്. പിന്നെ പ്രത്യേകം പറയുന്നത് വെച്ചാൽ നമ്മളെ കോഴിക്കോടുള്ള പോലെ തന്നെ ഏജ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതന്നെ. സോ നമുക്ക് ഊഞ്ഞാലാടാം. വാ ഗൈസ്, ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു പാട്ട് പാടാം. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ. കോടി എടുത്തല്ലോ എന്നല്ലേ? അല്ലേട്ടാ ആ പാട്ട് വന്നല്ലോ ഊഞ്ഞാലാടിയല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണി ചാടിയ നീറ്റല്ലോ. അങ്ങനെ പല്ലും തേക്കല്ല. നാവുണ്ട്, നാവല്ലത്. ആ പാട്ട് പാടി കൊടുക്കും. വാടാ വാടാ പയ്യ വാടാ. വാടാ വാടാ പല്ലൊക്കെ നോക്കുങ്ങ. ഇത് പൊരി തിന്നാ മതി. അയ്യോ, ഈ 24 മണിക്കൂറും കിടന്നോ? ഏച്ചിയാ പറയുന്നതൊക്കെ. 24 മണിക്കൂർ കിടന്നുറങ്ങ. എന്ത് അതിന് പള്ളമൊക്കെ അപ്പുറത്ത് മയിലോ? അപ്പുറത്ത് ആ ചെടീന്റെ അവിടെ. അതാ ഞാൻ പറഞ്ഞേ, തല ആണെന്ന് വേണ്ട.
അല്ല അല്ല കൊണ്ടാട്ടന. വാ നന്നായിട്ട് എടുക്ക്. പോയി. ഗൈസ് നമ്മളിവിടെ ഡാമിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ മേലെ ബോട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെ അതെ യെസ് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. ചേച്ചി കയറൂലേ? ഇത് കിടക്കതില്ലല്ലോ. ഞാൻ കിതക്കോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷെ നീ ഒരു ഞൊണ്ടിക്കാലിയാണെന്നുള്ള കാര്യം നീ മറന്നോ? ചേച്ചി ഇവിടെ വെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തണുത്ത വെള്ളം. ചേച്ചാ എന്ത് എന്തായാലും നാളത്തെ ഇത് തീരുമാനമാവും. മാങ്ങിയപ്പോ തന്നെ കുറഞ്ഞ് ചാടി അയ്യോ താളം പിടിച്ചു. എന്തോ ഞാൻ കൈയാണെങ്കിൽ തിന്നാൻ പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ കേറിയത്. അപ്പത്തേക്ക് എല്ലാരും ഓടി വന്നു. എന്നിട്ട് ഞാൻ പേടിച്ചേ. എല്ലാരും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക നമ്മളെ ഇതില്. എന്നിട്ട് ഷോൾ എടുത്തിട്ട് എങ്ങനെ പൊതിഞ്ഞതാ തിന്നാനുള്ളത്. എവിടെങ്കിലും ഉണ്ടാവോ പാട്ടക്കൊരങ്ങന്മാർ? ഞാൻ ഇവിടെ പോണയ്യോ വായിച്ചേ. ഇത് ഓണല്ലേ മൈക്ക്? അയ്യോ കിതപ്പ് വരുതേ. ഇത്രയും വെള്ളം അതിനൊരു സ്റ്റോറാ. വെള്ളം പുറത്തേക്ക് ഞാൻ ഇവിടെ തുറന്നുകൊണ്ട് വെള്ളം വരുന്നു. ആ സ്ലാബിനൊന്ന് അടിക്കാം. അത് ഡാമിലോട്ട് പിടിച്ച മുതലകളല്ല. വേർപ്പിക്കാൻ ഇടനെ കൊണ്ട് വെറുതെ ഫോട്ടോ എടുക്കണോ. ഗൈസ് അങ്ങനെ നമ്മള് ഡാമിന് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഡേ സൂപ്പർ. വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറയില്ല.